കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ വിരൽത്തുമ്പിലെ വിസ്മയം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നാദിർ ഷാ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും റേഡിയോ ബെൻസുകൾ അവതരിപ്പിക്കുന്ന വിരൽത്തുമ്പിലെ വിസ്മയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫോൺ ക്യാമറയും മൈക്കും നിങ്ങളറിയാതെ പ്രവർത്തിക്കുന്നുവോ? ഇതിനെക്കുറിച്ച് നമുക്കറിയാം. മൊബൈൽ ആപ്പുകൾ യൂസേഴ്സിൻ്റെ അനുമതിയില്ലാതെ തന്നെ ഫോണുകളിലെ മൈക്രോഫോണുകളും ക്യാമറകളും ഉപയോഗിക്കുന്നതായും യൂസേഴ്സിനെ ട്രാക്ക് ചെയ്യുന്നതായുമുള്ള ആരോപണങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ വാട്സപ്പിനെതിരെയാണ് ഈ രീതിയിലുള്ള ആരോപണം അവസാനമായി കേട്ടത്. അനുമതിയില്ലാതെ ഡിവൈസിൻ്റെ മൈക്രോഫോൺ വാട്സപ്പ് ഉപയോഗിക്കുന്നു എന്നതായിരുന്നു പരാതി. വാട്സപ്പിനെതിരെ ആരോപണം ഉന്നയിച്ചത് മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമായ ട്വിറ്ററിൻ്റെ എഞ്ചിനീയർമാരിൽ ഒരാളാണെന്നതാണ് ഏറ്റവും രസകരം. യൂസർ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ഫോണിൻ്റെ മൈക്രോഫോൺ വാട്സപ്പ് ഉപയോഗിക്കുന്നുവെന്ന് കാണിക്കാൻ ആൻഡ്രോയിഡ് ഡാഷ്ബോർഡിൻ്റെ സ്ക്രീൻഷോട്ടും ഇയാൾ പങ്കുവച്ചിരുന്നു. തൊട്ടു പിന്നാലെ വാട്സപ്പിനെ വിശ്വസിക്കാൻ കൊള്ളാത്ത പ്ലാറ്റ്ഫോമാണെന്ന് വിമർശിച്ച് ട്വിറ്റർ CEO ഇലോൺ മസ്കും രംഗത്തെത്തി. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച വാട്സപ്പ് യഥാർത്ഥ പ്രശ്നം ആൻഡ്രോയിഡിലെ ഒരു ബഗ്ഗാണെന്നും വിശദീകരിച്ചിരുന്നു. വാട്സപ്പിനെതിരായ ആരോപണങ്ങൾ ശരിയോ തെറ്റോ ആകട്ടെ, യൂസേഴ്സിൻ്റെ അറിവോ സമ്മതമോ കൂടാതെ ഡിവൈസുകളിലെ മൈക്രോഫോണുകളും ക്യാമറകളും ഉപയോഗിക്കുന്ന ആപ്പുകളെക്കുറിച്ചുള്ള നിരവധി റിപ്പോർട്ടുകൾ അടുത്ത കാലത്തായി പുറത്തു വന്നിട്ടുണ്ട്. യൂസർ അറിയാതെ തന്നെ സ്വകാര്യ സംഭാഷണങ്ങളും വീഡിയോകളും ഒക്കെ റെക്കോർഡ് ചെയ്യാനും മറ്റും ഈ ആപ്പുകൾക്ക് സാധിക്കുമെന്ന സാഹചര്യം ഉയർത്തുന്ന സ്വകാര്യതാ പ്രശ്നം ഏറെ ഗുരുതരവുമാണ്. ഡിജിറ്റൽ യുഗത്തിൽ സ്വകാര്യത, സുരക്ഷിതത്വം തുടങ്ങിയ വാക്കുകൾക്ക് പറയത്തക്ക അർത്ഥമൊന്നുമില്ലെന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ തന്നെയും സ്വകാര്യത സംരക്ഷിക്കാൻ ചെയ്യാവുന്നതൊക്കെ ചെയ്യുകയും വേണം. ആപ്പുകൾ നമ്മുടെ സ്വകാര്യത കോംപ്രമൈസ് ചെയ്യുന്നത് നാം തന്നെ നൽകിയ ഡിവൈസ് പെർമിഷനുകളും ആക്സസും ദുരുപയോഗം ചെയ്തതാണെന്നതാണ് ഏറ്റവും അലോസരപ്പെടുത്തുന്ന കാര്യം. ഒരു ആപ്ലിക്കേഷന് മൈക്രോഫോണിലേക്കോ ക്യാമറയിലേക്കോ ആക്സസ് ലഭ്യമാണോ എന്നും അവ പശ്ചാത്തലത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നും അറിയാനുള്ള ടിപ്സ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഐഫോണിൽ ആപ്പ് പെർമിഷനുകൾ മനസ്സിലാക്കാൻ ഇതിനായി ആദ്യം സെറ്റിംഗ്സ് ആപ്ലിക്കേഷനിലേക്ക് പോകണം. ആപ്പ് തുറന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ പ്രൈവസി ഓപ്ഷൻ കാണാൻ കഴിയും. ഈ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യണം. തുറന്നു വരുന്ന ഓപ്ഷനുകളിൽ നിന്ന് മൈക്രോഫോണോ ക്യാമറയോ സെലക്ട് ചെയ്യുക. അവയിലേക്ക് ആക്സസ് ഉള്ള ആപ്പുകൾ ഏതൊക്കെയാണെന്ന് കാണാൻ കഴിയും. ഏതെങ്കിലും ആപ്പിൻ്റെ ആക്സസ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അവയുടെ വശത്തുള്ള ടോഗിൾ ബട്ടൺ ഉപയോഗപ്പെടുത്താൻ കഴിയും. ആപ്പുകൾ മൈക്രോഫോണോ ക്യാമറയോ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ ഐഫോൺ സ്ക്രീനിൻ്റെ മുകളിലുള്ള സ്റ്റാറ്റസ് ബാർ നിരീക്ഷിക്കുക. ഗ്രീൻ ഡോട്ട് ക്യാമറ തത്സമയം ഉപയോഗിക്കപ്പെടുന്നതായും ഓറഞ്ച് ഡോട്ട് മൈക്രോഫോൺ ഉപയോഗിക്കപ്പെടുന്നതായും സൂചിപ്പിക്കുന്നു. മറ്റൊരു മാർഗത്തിൽ കൂടെയും ഇത് മനസ്സിലാക്കാൻ കഴിയും. സ്ക്രീനിൻ്റെ മുകളിൽ വലത് കോണിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കൺട്രോൾ സെൻറ്റർ തുറക്കുക. ഇവിടെ നിലവിൽ മൈക്രോഫോണോ ക്യാമറയോ ഉപയോഗിക്കുന്ന ആപ്പുകൾ ഡിസ്പ്ലേ ചെയ്തിരിക്കും. ആൻഡ്രോയിഡിൽ ആപ്പ് പെർമിഷനുകൾ മനസ്സിലാക്കാൻ ആദ്യം ആൻഡ്രോയിഡ് സെറ്റിംഗ്സ് ആപ്പ് തുറക്കുക. തുടർന്ന് പ്രൈവസി ഓപ്ഷൻ സെലക്ട് ചെയ്യുക. തുടർന്ന് ആപ്പ് ആൻഡ് നോട്ടിഫിക്കേഷൻസും സെലക്ട് ചെയ്യണം. പെർമിഷനുകൾ പരിശോധിക്കേണ്ട ആപ്പ് സെലക്ട് ചെയ്യണം. ആപ്പിലെ പെർമിഷൻ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ മൈക്രോഫോണിനും ക്യാമറയ്ക്കും ആക്സസ് നൽകിയിട്ടുണ്ടോ എന്നറിയാൻ കഴിയും. ചില ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്രൈവസി ഓപ്ഷനിൽ നിന്ന് നേരിട്ട് പെർമിഷൻ മാനേജറിലേക്കും പോകാൻ സാധിക്കും. ആൻഡ്രോയിഡിൽ മൈക്രോഫോണിൻ്റെയും ക്യാമറയുടെയും ഉപയോഗം മനസ്സിലാക്കാൻ സ്ക്രീനിൻ്റെ മുകളിലുള്ള നോട്ടിഫിക്കേഷൻ പാനൽ ആക്സസ് ചെയ്യുക. സ്റ്റാറ്റസ് ബാറിൽ മൈക്രോഫോൺ ക്യാമറ ഐക്കണുകൾ കാണുന്നുവെങ്കിൽ ഇവ ഉപയോഗിക്കപ്പെടുന്നുവെന്നാണ് അർത്ഥം. ഈ ഐക്കണുകളിൽ ക്ലിക്ക് ചെയ്താൽ ഏത് ആപ്പാണ് ഇവ ഉപയോഗിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലളിതമായ മാർഗങ്ങളിലൂടെ യൂസേഴ്സിന് ആപ്പ് പെർമിഷനുകൾ മാനേജ് ചെയ്യാനും പ്രൈവസി സംരക്ഷിക്കാനും കഴിയും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിരൽത്തുമ്പിലെ വിസ്മയം. തയ്യാറാക്കി അവതരിപ്പിച്ചത് നാദിർ ഷാ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്.